ഞാൻ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയത് വിശുദ്ധ റമളാൻ ഖുർആനിന്റെ മാസമാണ്. ഖുർആൻ കൂടുതൽ ഉൾക്കൊള്ളേണ്ടത് റമളാനിലാണ്. നിങ്ങൾ എല്ലാവരും വിശുദ്ധ റമളാനിൽ ഖുർആൻ പഠനം നടത്തണം. ഖുർആനിൽ എന്തെല്ലാം അല്ലാഹു പഠിപ്പിച്ചിട്ടുണ്ട്, ഖുർആനിൽ അല്ലാഹു തആല പരാമർശിച്ച ജീവികൾ എത്ര, ഖുർആൻ അല്ലാഹു തആല പരാമർശിച്ച ദിവസങ്ങൾ എത്ര, ഖുർആൻ അല്ലാഹു ബഹുമാനം പറഞ്ഞ കാര്യങ്ങൾ എത്ര. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ ഒരേ ഒരു വ്യക്തിയുടെ ബഹുമാനങ്ങളാണ് ഏറെ പറഞ്ഞത്. എത്ര എണ്ണമാ പറഞ്ഞത്? എത്ര എണ്ണമാ അല്ലാഹു എണ്ണി പറഞ്ഞത്? ഒരേ ഒരു വ്യക്തി എന്ന് പറഞ്ഞ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാത്രം പ്രത്യേകതകൾ ഖുർആനിൽ അല്ലാഹു എണ്ണി എണ്ണി പറഞ്ഞിട്ടുണ്ട്. എത്ര എണ്ണമുണ്ട് നിങ്ങൾ നോക്ക്. ഒരൊറ്റ നബിയുടെയും റിസാലത്ത് റസൂലാണ് എന്നുള്ളത് അല്ലാഹു സത്യം ചെയ്ത് എവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷേ നമ്മളെ നബി റസൂലാണ് എന്ന് അല്ലാഹു ഖുർആനിൽ സത്യം ചെയ്ത് പഠിപ്പിച്ചു. യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ. അതവിടുത്തെ റിസാലത്തിന്റെ ഭംഗിയാണ് അറിയിക്കുന്നത്, സ്വീകാര്യതയാണ് അറിയിക്കുന്നത്. ഭദ്രമായ ഖുർആൻ തന്നെയാണ് സത്യം. വള്ളി പുള്ളിക്ക് വ്യത്യാസമില്ലാതെ മാറ്റങ്ങൾക്ക് വിധേയപ്പെടാത്ത വിധം എല്ലാ ഹുക്കുമുകളും പഠിപ്പിച്ചു തരുന്ന ഖുർആനാണ് സത്യം. ഹകീമായ ഖുർആൻ, എല്ലാ വിവരങ്ങളും നൽകുന്ന ഖുർആൻ, അല്ലെങ്കിൽ നല്ല ഭദ്രതയുള്ള ഖുർആൻ, അല്ലെങ്കിൽ തിരുത്തലുകൾക്ക് വിധേയപ്പെടാത്ത ഖുർആൻ. ആ ഖുർആനെ സത്യം ചെയ്ത് അല്ലാഹു പറഞ്ഞു ഇന്നക ലമിനൽ മുർസലീൻ. നിശ്ചയം അവിടുന്ന് മുർസലീങ്ങളിൽപ്പെട്ട മഹാൻ തന്നെയാണ്. ഇങ്ങനെ മൂസാ നബിന്റെ റിസാലത്തിനെ പറ്റി അല്ലാഹു പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഈസാ നബിന്റെ റിസാലത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ലോകത്ത് ബാക്കിയുള്ള മുർസലീങ്ങൾ ധാരാളമില്ലേ? അവരൊന്നും ഈ തരത്തിൽ അല്ലാഹു സത്യം ചെയ്ത് പറഞ്ഞിട്ടില്ല. ഇങ്ങനെ എന്തെല്ലാം പഠിക്കാറുണ്ട് സഹോദരങ്ങളെ. അതുകൊണ്ട് ഞാൻ എൻ്റെ സഹോദരങ്ങളോടും സഹോദരിമാരോടും നന്നായി ഇൽമു പഠിക്കാനുള്ള മാസമാണ് വിശുദ്ധ റമളാൻ. റമളാനിലാണ് ഏറ്റവും കൂടുതൽ ഉസ്താദിൽ നിന്ന്, ജിബ്രീൽ അലൈഹിസ്സലാമിൽ നിന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പഠിച്ചത്. തങ്ങൾ വഫാത്താകുന്നതിന്റെ തൊട്ട് മുമ്പത്തെ കൊല്ലം ജിബ്രീൽ അലൈഹിസ്സലാം അന്ന് ഖുർആൻ ഓതി കൊടുത്തത് ഒരു തവണയല്ല, 2 പ്രാവശ്യമാണ്. റമളാൻ കഴിഞ്ഞപ്പോൾ തങ്ങൾ പറഞ്ഞല്ലോ, ഫാത്തിമ, എല്ലാ വർഷവും ജിബ്രീൽ അലൈഹിസ്സലാം വെളിവായിട്ട് ഖുർആൻ എനിക്ക് ഓതി തരാറുണ്ട്. പക്ഷേ അത് ഒരു തവണയാണ്. ഇക്കൊല്ലം 2 തവണ ഓതി തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് പോകാൻ സമയം അടുത്തു. പിറ്റത്തെ കൊല്ലം റമളാനിൽ തങ്ങൾ ഹയാത്തിലില്ല, റബീഉൽ അവ്വൽ തങ്ങൾ വിടവാങ്ങി. സഹോദരങ്ങളെ, സമയം ഇങ്ങനെ കൂടി വരുമ്പോ, വയസ്സിങ്ങനെ കൂടി വരുമ്പോ കൂടുതൽ ഓതേണ്ടത് ഖുർആനാണ്. അതുകൊണ്ടാണ് അതിൽ നിന്ന് പഠിക്കേണ്ടത്. ഓരോ റമളാനും കൂടി വരുമ്പോ വയസ്സ് കുറയുകയാണ്. അല്ലാഹു നിശ്ചയിച്ച വയസ്സ് കുറഞ്ഞു. ആഖിറത്തിലേക്കുള്ള കാലങ്ങൾ അടുത്തടുത്ത് വന്നു. നമ്മൾ കൂടുതൽ ബന്ധപ്പെടേണ്ടതോ ഖുർആനിനോടാണ്. തങ്ങൾ വിടവാങ്ങുന്നതിന്റെ തൊട്ടു തലേ കൊല്ലമുള്ള റമളാനിൽ ഈ രൂപത്തിൽ ഖുർആനുമായി വലിയ അഭേദ്യ ബന്ധം പുലർത്തി. അതുകൊണ്ട് ഖുർആൻ ശരീഫിനെ നന്നായി ഓതണം, ധാരാളം ഖത്മ് തീർക്കണം. വിശുദ്ധ റമളാൻ ഖുർആനിന്റെ മാസമാണ്. ഖുർആനുമായി ബന്ധപ്പെട്ട ചെറിയ ചെറിയ ഇൽമെങ്കിലും പള്ളിയിലും മറ്റുമായി സംബന്ധിച്ച് നന്നായി ശേഖരിക്കണം. റമളാനിൽ ഖുർആൻ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ ഓരോ ദിവസവും അറിവിങ്ങനെ ശേഖരിക്കുന്നതിനിടയിലാണ് നമ്മളങ്ങ് വഫാത്തായി പോകുന്നതെങ്കിൽ അൽഹംദുലില്ലാഹ്, നമ്മുടെ ജീവിതം മുഴുവനും മുതലായി പോയി. ഏറ്റവും നല്ല മരണം ഏതാണെന്നറിയോ? ഇൽമു പകർന്നുകൊണ്ടിരിക്കുന്നതിനിടയിലുള്ള മരണമാണ്. ഇൽമു പഠിപ്പിച്ചു കൊടുക്കുക, ഇൽമു പഠിക്കുക. ആ സമയത്തുള്ള മരണത്തിനാണ് ഏറ്റവും വലിയ പ്രതിഫലമുള്ളത്. നിങ്ങൾ കേട്ടിട്ടില്ലേ, മദീനയിൽ വർഷങ്ങളോളം ദർസ് നടത്തിയ മഹാനാണ് ഇമാം മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു. ആ മാലിക് ഇമാമിന്റെ ശിഷ്യനാണ് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു. 10 കൊല്ലമാണ് മദീനത്തെ പള്ളിയിൽ ഓതി പഠിച്ചത്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മദീനയിൽ ദർസ് നടത്തുമ്പോ മാലിക് ഇമാമിന്റെ അടുത്ത് ഓതാൻ പോയ ശിഷ്യന്മാരിൽ ഒരു ശിഷ്യനാണ് യഹ്യ ബിൻ യഹ്യ റളിയല്ലാഹു അൻഹു. മഹാനവർകൾ പറയുന്നു, ഞാൻ മദീനയിലെത്തി മാലിക് ഇമാമിന്റെ അടുത്ത് പഠിക്കാൻ. അള്ളാഹു എനിക്ക് തോന്നിപ്പിച്ചു തന്നു, മാലിക് ഇമാമിന്റെ അടുത്ത് പോയി പഠിക്കണം. ഞാൻ അവിടെ പോയി ആദ്യം ചേർന്ന ദിവസം എന്നോട് ഉസ്താദ് ചോദിച്ചു, നിന്റെ പേരെന്താണ്? ഞാൻ പറഞ്ഞു, എന്റെ പേര് യഹ്യ എന്നാണ്. അക്രമക്കല്ലാഹു യഹ്യ,
അള്ളാഹു നിങ്ങൾക്ക് വലിയ ബഹുമാനം തരട്ടെ, നിങ്ങൾക്ക് അള്ളാഹു നല്ല സജീവത തരട്ടെ. ഞാൻ അവിടുത്തെ ശിഷ്യന്മാരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആളാണ്. ഉസ്താദ് പറഞ്ഞു, യുഹില്ലാഹു ഖൽബക, പേര് യഹ്യ എന്നല്ലേ, നിങ്ങളെ കൽബിന് അള്ളാഹു നല്ല ഹയാത്ത് തരട്ടെ. യഹ്യ എന്നുള്ള വാക്കിൽ തന്നെ അങ്ങനെ അർത്ഥമുണ്ട്, സജീവതയുള്ള ആള്, ഹയാത്തുള്ള ആള്, ജീവനുള്ള ആള്. നിങ്ങളെ കൽബിന് അള്ളാഹു നല്ല ഹയാത്ത് തരട്ടെ. ഇൽമ പഠിക്കാൻ വേണ്ടി വന്നതല്ലേ, കഠിനാധ്വാനം ചെയ്ത് പഠിക്കണം, തീവ്രമായി പരിശ്രമിച്ചു പഠിക്കണം. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ അതിലൊരു ഹദീസ് ഓതിത്തരാം. ഒരിക്കലും ഇൽമിൽ നിന്ന് നിങ്ങളെ ശ്രദ്ധ മാറാതിരിക്കാൻ, ഇൽമല്ലാത്ത വിഷയത്തിലുള്ള ശ്രദ്ധയൊക്കെ കുറയാൻ വേണ്ടിയും ഒരൊറ്റ സംഭവം നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ മദീനയിൽ നേരത്തെ ഷാമിൽ നിന്നൊരു വിദ്യാർത്ഥി പഠിക്കാൻ വന്നിരുന്നു. വളരെ ചെറിയ വയസ്സുള്ള ആളാണ്. ഞങ്ങളോടൊപ്പം നിന്നിട്ട് ഇവിടെ പഠിക്കുന്നതിനിടയിൽ നല്ലോണം പരിശ്രമിച്ച അയാൾ പഠിക്കും. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അയാളങ്ങ് മരിച്ചുപോയി. മുതല്ലിമ്, പഠിച്ചുകൊണ്ടിരിക്കുന്ന മുതല്ലിമ് മരണപ്പെട്ടു. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പുതിയ ശിഷ്യനായി വന്ന യഹ്യ ബിൻ യഹ്യ തങ്ങളോട് പറഞ്ഞു കൊടുക്കുകയാണ്, ആ ശിഷ്യനങ്ങ് മരണപ്പെട്ടപ്പോ അന്നത്തെ മദീനയിൽ ഒരുമിച്ച് കൂടിയ ജനങ്ങളെ പോലെ ഒരൊറ്റ ജനാസക്കും ഞാൻ ജനാധിക്യം കണ്ടിട്ടില്ല. ഒരുപാട് മനുഷ്യന്മാർ. ഇമാം മാലിക് തങ്ങൾ പറയുന്നത്, മദീനയിൽ ഒരുപാട് കൊല്ലം ഞാൻ ദർസ് നടത്തിയിട്ട് ഒരുപാട് മനുഷ്യന്മാർ ജനാസയോട് നിസ്കരിച്ചിട്ടുണ്ട്. പക്ഷെ അതുപോലെ ആളുകൾ കൂടി ഒരു ജനാസ കണ്ടില്ല. ആരാ മരിച്ചത്? ഒരു മുതല്ലിമ, വളരെ ചെറിയ പ്രായമുള്ളൊരു മുതല്ലിം, പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിലാണ് മരിച്ചത്. ഞാനിങ്ങനെ നോക്കി ജനാസ ഇങ്ങനെ കൊണ്ടുപോകാൻ ഒരുങ്ങുമ്പോൾ ആരൊക്കെയുണ്ട് മദീനയിലെ ആലിമീങ്ങൾ. മയ്യത്ത് കട്ടിൽ എല്ലാ ആലിമീങ്ങളും തിക്കും തിരക്കും കൂട്ടുന്നു പിടിക്കാൻ വേണ്ടി. മയ്യത്ത് കട്ടിൽ പിടിക്കാൻ ഉലമാക്കൾ വന്ന് തിക്കും തിരക്കും കൂട്ടുന്നു. ഒരു 5 മിനിറ്റ് ഒരാൾ പിടിക്കുമ്പോഴേക്കൊന്ന് മാറി നിൽക്കൂ, ഞാനൊന്ന് പിടിക്കട്ടെ, പിന്നെ ഒന്ന് മാറി നിൽക്കൂ, ഞാനൊന്ന് പിടിക്കട്ടെ. ആരാ മയ്യത്ത് കെട്ടിൽ പിടിക്കാൻ വരുന്നത്? മദീനയിലെ ആലിമീങ്ങളാണ്. നമ്മുടെ നാട്ടിലെ മൂല്യമാരെ പോലെ കണക്കൂട്ടരുത്, വേറെ മൂല്യമാരെ പോലെ സങ്കല്പിക്കരുത്. അവരൊക്കെ നിറഞ്ഞ ഇൽമിന്റെ വ്യക്തിത്വങ്ങളാണ്. അവരൊന്ന് രാവും പകലും എന്തെങ്കിലും ഒന്ന് തീർപ്പ് കൽപ്പിച്ച് പറഞ്ഞാൽ അള്ളാഹു നടപ്പിലാക്കി കൊടുക്കുന്നു. അത്രയും വലിയ നിറഞ്ഞ ഇൽമിന്റെ ഗുണങ്ങളാണ്. സമുദ്ര സമാനമായ ആലിമീങ്ങളാണ്. ആ ആലിമീങ്ങളൊക്കെ ഈ മയ്യത്ത് കെട്ടിൽ ഇങ്ങനെ തൊടാനും പിടിക്കാനും തിരക്ക് കൂട്ടുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഭരണാധികാരി വരുന്നു നിസ്കരിക്കാൻ വേണ്ടി. ഭരണാധികാരി വന്നപ്പോ ഭരണാധികാരി പറഞ്ഞു, നിസ്കരിക്കാൻ ഞാൻ മുന്നോട്ട് നിൽക്കുന്നില്ല. സാധാരണ രാജ്യം ഭരിക്കുന്ന ആളാണ് മയ്യത്ത് നിസ്കരിക്കൽ, നേതൃത്വം നൽകൽ. ഭരണാധികാരി പറഞ്ഞു, ഇത്രയും ആലിമീങ്ങൾ ഒരുമിച്ചുകൂടി ജനാസയാണോ? ഞങ്ങൾ പണി ചെയ്തോളൂ, നിങ്ങൾക്ക് ഇൽമിന്റെ വിഷയത്തിൽ ഏറ്റവും മുന്തിക്കാൻ പറ്റുന്ന മഹാനെ മുന്നോട്ട് വെച്ച് നിസ്കരിച്ചോളൂ. നമ്മൾ പഠിക്കാനൊരു പാഠം അവിടെ ഉണ്ട്. അതെന്താ? നല്ല ആലിമീങ്ങളൊക്കെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ബാപ്പാനെ ജനാസ കൊണ്ടുവന്നെങ്കിൽ നമ്മളെക്കാൾ നിസ്കാരവും ഇൽമും തഖ്വയുള്ള ആളെ മുന്തിക്കാണ് ഏറ്റവും നല്ലത്. നമ്മളവിടെ എൻ്റെ വാപ്പാൻ്റെതാണ്, എനിക്കാണ് അധികാരം എന്ന് മുന്നോട്ട് നിന്നാൽ നിസ്കാരത്തിന് കുറവ് വരുത്. വാപ്പാക്ക് ഖബറിൽ കിട്ടുന്ന കാര്യമല്ലേ ആലോചിക്കേണ്ടത്. ഈ വാപ്പക്ക് ഖബറിൽ നല്ല സന്തോഷം കിട്ടണം. അതിന് ഏറ്റവും നല്ല സന്തോഷത്തിന് വകുപ്പ് എന്താ? മോനായിട്ടാണ് നിസ്കരിച്ചു എന്നുള്ളതല്ല, ഇൽമും തഖ്വയും സലാഹിയത്തുള്ള ഒരു ആലിമ്, ഒരു സയ്യിദ് ഉണ്ടെങ്കിൽ അവരെ മുന്തിക്കണം നല്ലത്. നമ്മളെ വാപ്പാരെ പരലോകത്തിന് നമ്മൾ നിസ്കരിക്കും, പക്ഷെ അവരെ മുന്തിച്ചാൽ വലിയൊരു ഖൈറില്ലേ? അതുകൊണ്ടാണല്ലോ ആരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാത്തു നിന്നത് മദീനയിൽ നിസ്കരിക്കാൻ. തങ്ങളില്ലാത്ത കാലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ കാത്തു നിന്നത്, ഉമർ റളിയല്ലാഹുവിനെ കാത്തു നിന്നത് അവർക്ക് നിസ്കരിക്കാൻ. സത്യത്തിൽ ഉമർ റളിയല്ലാഹുവിന്റെ ആരും അല്ല ഈ കൊണ്ടുവന്ന ജനാസ. ഈ കൊണ്ടുവന്ന ജനാസ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ആരും അല്ല. പക്ഷേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മഹത്വം വേറെ ഏതെങ്കിലും സ്വഹാബത്തിനുണ്ടോ? അത് കഴിഞ്ഞാൽ ഉമർ റളിയല്ലാഹുവിന്റെ മഹത്വം പിൽക്കാർക്കാർക്കെങ്കിലുണ്ടോ? ആ ഒരു ഇൽമും മഹത്വവും പരിഗണിച്ചുകൊണ്ട് അവർ മുന്തിക്കുന്നു. ഭരണാധികാരി പറഞ്ഞു, നിങ്ങൾ ഇഷ്ടപ്പെട്ടവരെ ജനാസ നിസ്കരിക്കാൻ മുന്തിച്ചോളൂ. ജനങ്ങളെല്ലാവരും കൂടി റബീഅത്ത് റളിയല്ലാഹുവിനെ മുന്തിച്ചു. റബീഅ റളിയല്ലാഹു അതാ മുന്നോട്ട് നിൽക്കുന്നു. പിന്നെ ഖബർ കുഴിക്കുന്നിടത്ത് ചെന്ന് നോക്കുമ്പോ ആ ഖബർ കുഴിക്കുന്ന സമയത്ത് ഖബറിലേക്ക് ജനാസ വെക്കാൻ വേണ്ടി 4 ആലിമീങ്ങളാ മുന്നോട്ട് നിൽക്കുന്നത്, തൊഴിലാളികളല്ല. ഈ ഒരു ഇൽമു പഠിക്കാൻ വേണ്ടി വന്ന മുതല്ലിമിന്റെ ജനാസ ഖബറിലേക്ക് ഒന്ന് ഇറക്കി വെക്കാൻ മുന്നോട്ട് വന്നതാരാണ്? ഒന്ന് റബീഅ റളിയല്ലാഹു അൻഹു, മറ്റൊന്ന് സയ്യിദ് ഇബ്നു അസ്ലം റളിയല്ലാഹു അൻഹു, മൂന്നാമത്തെ ആൾ യഹ്യ ഇബ്നു സഈദ് റളിയല്ലാഹു അൻഹു, നാലാമത്തെ ഇബ്നു ശിഹാബ് റളിയല്ലാഹു അൻഹു. 4 പേരും മഹാപണ്ഡിതന്മാരാണ്. അതെ, അവരിലേക്ക് പിന്നെ അടുത്ത് നിൽക്കുന്നത് മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ റളിയല്ലാഹു അൻഹു പോലെയുള്ള മഹാപണ്ഡിതന്മാരും അവരാണ് തൊട്ടടുത്ത് നിൽക്കുന്നത്. ബാക്കി 4 ആളുകൾ അതാ ഖബറിലേക്ക് അങ്ങ് ഇറങ്ങിയിരിക്കുന്നു. എന്നിട്ട് റബീഅ റളിയല്ലാഹു അൻഹുവിന് കുടിയുടെ അടിയിൽ സൈഡ് ഭാഗത്ത് വെക്കാനുള്ള ഇഷ്ടികകളും കല്ലുകളും ഒക്കെ ഈ പണ്ഡിതന്മാർ ഇങ്ങനെ എടുത്തു കൊടുക്കുകയാണ്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, അത്തരത്തിൽ ആലിമീങ്ങൾ വന്നിട്ട് ഖബർ മറമാടിയ
ഒരു ജനാസ ഞാൻ ഈ നാട്ടിൽ കണ്ടത് ഷാമിൽ നിന്ന് ഇൽമു പഠിക്കാൻ വേണ്ടി വന്ന ആ ഒരു മുതല്ലിമിന്റെ ജനാസയാണ്. വേറെ എത്ര മഹാന്മാർ അവിടെ വഫാത്തായിട്ടുണ്ട്. ഞാൻ പറഞ്ഞ വിഷയം നിങ്ങൾ മറക്കരുത്. ഇൽമാണ് സഹോദരങ്ങളെ മുഖ്യം, അറിവാണ്, ദീനിന്റെ അറിവാണ് മുഖ്യം. അതില്ലാത്തത് കൊണ്ടാണ് അനാവശ്യങ്ങളിലേക്ക്, അസാംസ്കാരിക പ്രവർത്തനങ്ങളിലേക്ക്, പിശാചിന്റെ പ്രേരണകളിലേക്ക് നമ്മൾ പ്രായഭേദമന്യേ ഓരോരുത്തരും പോകുന്നത് ഇൽമിന്റെ കുറവ് കൊണ്ടാണ്. നല്ല സൗകര്യമാണ് അള്ളാഹു നമുക്ക് തന്ന പള്ളി. ഏതെങ്കിലും ഒരു സമയത്ത് ഇൽമു പഠിക്കാൻ നമ്മൾ ഒരുങ്ങണം. ഉമ്മമാരോട് പറയട്ടെ, ഇൽമു പഠിക്കാൻ വേണ്ടി ഒരുങ്ങണം എന്ന് പറയുമ്പോൾ ചില ആൾക്കാർ വിചാരിക്കും ഈ നാട്ടിൽ ഉസ്താദ് കുറെ മുതല്ലിമീങ്ങളെ സൃഷ്ടിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. മുതല്ലിമീങ്ങൾ ഇവിടെ കുറെ ആൾക്കാർ വളരണം എന്ന അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. നമ്മൾ ആഖിറത്തിന് ഉപകരിക്കുന്ന ഇൽമ് അതാര് ഏത് രൂപത്തിൽ വന്ന് പഠിച്ചാലും മുതല്ലിമാണ്. നിസ്കരിക്കാൻ വേണ്ടി വരുന്ന കച്ചവടക്കാരൻ ഒരു 10 മിനിറ്റ് നിന്നിട്ട് ഇൽമു പഠിക്കുന്നു, അയാൾ മുതല്ലിമാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ കൃഷി ചെയ്യുന്ന കർഷകൻ, ഓട്ടോ ഓടിക്കുന്ന ഓട്ടോ ഡ്രൈവർ, അയാളെ സമയമനുസരിച്ച് 1/2 മണിക്കൂർ പഠിക്കുന്നു, മുതല്ലിമാണ്. അതാ അവരൊക്കെ ഇൽമു പഠിക്കുന്നവരാണ്. ഉമ്മമാരോട് പറയട്ടെ, നമ്മുടെ മഹല്ലിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായി 10ഉം 15ഉം 20ഉം ഉമ്മമാര് ചേർന്ന് വീടുകളിലായിട്ട് പല ഭാഗങ്ങളിൽ ഇൽമു പഠിപ്പിക്കുന്നു, ക്ലാസ് നടക്കുന്നു. മുടക്കമില്ലാതെ നിങ്ങൾ സംബന്ധിക്കണം. എന്തിന്? അതൊരു സംഭാവനയ്ക്ക് വേണ്ടിയുള്ള ക്ലാസ് അല്ല, ഇൽമാണ് പഠിപ്പിക്കുന്നത്. 1/2 മണിക്കൂറാണെങ്കിലും 3/4 മണിക്കൂറാണെങ്കിലും അള്ളാഹുവിന്റെ ദീന് പഠിക്കാൻ കിട്ടുന്ന അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തണം. അറിവിന്റെ കുറവ് നന്നായി ഇന്ന് നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അനാവശ്യ രംഗങ്ങളിലേക്ക് നമ്മുടെ സമൂഹം എത്രമാത്രം വഴിമാറി പോയോ. അതിന്റെ ഏറ്റവും കാതലായ വശം ഇൽമിന്റെ കുറവാണ്. നമ്മളൊക്കെ പറയും ഇൽമു നല്ലോണം ഉണ്ട് എന്ന്. കാര്യമാത്ര പ്രസക്തമായ അറിവിന്റെ കുറവ് ഇപ്പോഴുമുണ്ട്. റമദാന വരുന്നത് അറിവിന്റെ മാസമാണ്. ശേഖരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. യഹ്യ ഇബ്നു യഹ്യ റളിയല്ലാഹു അൻഹുവിനോട് ഇമാം മാലിക് തങ്ങൾ പറയുന്നു, മറവ് ചെയ്തിട്ട് 3ാമത്തെ ദിവസമായപ്പോ അതേ ഈ നാട്ടിലെ വലിയ മഹാന്മാരിൽപ്പെട്ട ആളുകൾ ആ മറവ് ചെയ്യപ്പെട്ട കുട്ടിയെ കണ്ടു. ഫീ അഹ്സനി സൂറത്തിൻ, ഏറ്റവും നല്ല രൂപത്തിൽ, ഗുലാമുൻ അംറദ് അലൈഹി ബയാൽ, വെളുത്ത വസ്ത്രം ധരിച്ച് നല്ല തലയെക്കെട്ടൊക്കെ കെട്ടിയ, പച്ച തലയെക്കെട്ടാ കെട്ടിയിരിക്കുന്നത്, പച്ച തലയെക്കെട്ട് കെട്ടിയ നല്ല സൗന്ദര്യമുള്ളൊരു ചെറുപ്പക്കാരനെ കണ്ടു. ആ ചെറുപ്പക്കാരൻ ഒരു കുതിരപ്പുറത്താണ്. മുകളിൽ നിന്ന് ആകാശലോകത്ത് നിന്ന് താഴോട്ട് ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. എന്നിട്ട് പലരോടും സലാം പറയുന്നു, പലരോടും സന്തോഷങ്ങൾ പറയുന്നു. കൂട്ടത്തിൽ ആ ചെറുപ്പക്കാരൻ പറയുന്നു, ഹാദാ മാ ബലഗനി ഇലൈഹിൽ ഇൽമ്, അറിവ് എന്നെ കൊണ്ടെത്തിച്ചു തന്നത് ഈ ഒരു സ്ഥാനത്തേക്കാണ്. ഞാൻ ഈ കുതിരപ്പുറത്ത് മദീനയിൽ നടന്നിട്ടില്ല, സഞ്ചരിച്ചിട്ടില്ല. അള്ളാഹു നൽകിയിരിക്കുന്ന കുതിര അത് സ്വർഗത്തിലെ വാഹനമാണ്. വസ്ത്രം സ്വർഗത്തിലെ വസ്ത്രമാണ്. തലപ്പാവ് സ്വർഗത്തിലെ തലപ്പാവാണ്. ചോദിക്കുന്നു, കണ്ട ആളുകൾ ചോദിക്കുന്നു, നിങ്ങൾക്ക് അള്ളാഹു എന്തൊക്കെ തന്നു? ഏതെല്ലാം സ്ഥാനത്തേക്ക് നിങ്ങൾ ഉയർന്നു? ഉടനെ മുതല്ലിം പറയുന്നു, അഅതാനില്ലാഹു ബികുല്ലി ബാബിൻ തഅല്ലംതുഹു മിനൽ ഇൽമി ദറജതൻ ഫിൽ ജന്ന, ഞാൻ പഠിച്ച ഓരോ അധ്യായങ്ങളുടെയും പകരമായി അള്ളാഹു സ്വർഗത്തിൽ എനിക്ക് ഓരോ ഗ്രേഡ് ഇങ്ങനെ കൂട്ടി തന്നു. അങ്ങനെ ആ ഗ്രേഡുകൾ ഇങ്ങനെ മേലോട്ട് വെച്ച് നോക്കുമ്പോ ഒരുപാട് പണ്ഡിതന്മാരുടെ സ്ഥാനത്തേക്ക് ഞാൻ ഉയർന്നിട്ടുണ്ട്. പിന്നെയും പിന്നെയും എനിക്ക് സ്ഥാനം തരാൻ വേണ്ടി അല്ലാഹു തആല മലക്കുകളോട് കൽപ്പിക്കുന്നു. എന്നിട്ട് ആ മുതല്ലിം പറയുന്നു, ഞാൻ എന്റെ കാര്യത്തിൽ ഉറപ്പിച്ചൊരു വിഷയം നിങ്ങളോട് പറയട്ടെ. അന്നഹു മമ്മാത വഹു ആലിമുൻ ബിസുന്നതി, അല്ലാഹു തആല പറഞ്ഞു, ഒരാൾ മരിച്ചു വരുമ്പോ നല്ല അറിവുള്ളവനായിട്ടാണ് മരിച്ചു വരുന്നത്. ഏതൊക്കെ അറിവ്? ഒന്ന്, അല്ലാഹു തആല പഠിപ്പിച്ചു കൊടുത്ത അറിവ്, വസുന്നതി അംബിയാഇ, നബിമാരുടെ അറിവ്, അവർ പഠിപ്പിച്ചു തന്ന അറിവ്. അല്ലെങ്കിൽ ഇതൊക്കെ തേടാൻ അന്വേഷിക്കാൻ പോയിട്ടാ മരിച്ചു വരുന്നതെങ്കിൽ അൻ അജ്മഅഹും ഫീ ദറജത്തിൻ വാഹിദ, അമ്പിയാക്കളുടെ പദവിയിലായിട്ട് ആ ഇൽമു പഠിച്ചു വളർന്നു വരുന്ന ആളുകളെ നമ്മളങ്ങ് ഒരുമിച്ച് കൂട്ടും. റബ്ബനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നു സ്വർഗത്തിൽ. അറിവുള്ളവരുടെ ഡിഗ്രിയിലേക്ക് ഞാൻ ഉയർന്നു. എനിക്കും സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കിടയിലും ആകെ 2 ഡിഗ്രിയുടെ വ്യത്യാസമേ ഉള്ളൂ. ഞാൻ തങ്ങളിലേക്ക് എത്താൻ ഒരു 2 ഡിഗ്രി ഉണ്ട്. ആ 2 ഡിഗ്രിയും അല്ലാഹു തആല തങ്ങളുടെ ചുറ്റുഭാഗത്തും നൽകിയിരിക്കുന്നത് ഒരു ദർജയിലുള്ളത് അമ്പിയാക്കളാണ്, മറ്റൊരു ദർജയിലുള്ളത് സ്വഹാബിമാരാണ്. എന്നാലും 3ാമത്തെ ദർജയിൽ അല്ലാഹു എന്നെ പെടുത്തിയല്ലോ. അവിടെ ആലിമീങ്ങളുണ്ട്, പഠിതാക്കളുണ്ട്. ഞാൻ അവരെ കൂട്ടത്തിൽ സന്തോഷവാനാണ്. ഞാൻ അവരെ അടുത്തേക്ക് അങ്ങ് പോയപ്പോ 3ാമത്തെ ദർജയിലിരിക്കുന്ന എല്ലാ ആളുകളും മർഹബൻ മർഹബാ
എന്ന് പറഞ്ഞ് എന്നെ സന്തോഷത്തോടെ സ്വീകരിച്ചു, എന്നെ നല്ല സന്തോഷത്തോടെ വരവേറ്റു. കണ്ട ആളുകളിൽ ഒരു മഹാൻ ചോദിച്ചു, അള്ളാഹുവിന്റെ അടുക്കൽ നിങ്ങൾക്ക് കൂടുതലായി കിട്ടിയ അനുഗ്രഹം എന്താണ്? ഉടനെ പറഞ്ഞു, വഅദനി റബ്ബി, എന്റെ റബ്ബിക്ക് ഒരു വാക്ക് തന്നിട്ടുണ്ട്, അയ്യഹ്ശുറനി മഅൻ നബിയ്യീൻ, ആഖിറത്തിൽ നബിമാരോടൊപ്പം എന്നെ ഒരുമിച്ച് കൂട്ടുമെന്ന് അള്ളാഹു എന്നോട് കരാർ ചെയ്തിട്ടുണ്ട്. കാരണം നബിമാർ ഇവിടെ പകർന്നു നൽകിയത് ഇൽമാണ്. ആ ഇൽമിന്റെ അധ്വാനത്തിന് വേണ്ടിയാണ് ഞാൻ അവിടെ പള്ളിയിൽ ഒരുമിച്ച് കൂടിയത്. അത് പഠിക്കുന്നതിനിടയിലാണല്ലോ എന്റെ ജീവിതത്തിന്റെ വിയോഗം സംഭവിച്ചത്. അതുകൊണ്ട് നബിമാരോടൊപ്പം എന്നെ ഒരുമിച്ച് കൂട്ടും. ഖിയാമത്ത് നാളിൽ ഞാൻ അവരോടൊപ്പം കാണാം. ഇത് പണ്ഡിതന്മാരിൽപ്പെട്ട കുറെ ആളുകൾ മറവ് ചെയ്ത് മൂന്നാമത്തെ ദിവസം ഈ വിഷയം പറയുമ്പോ, മൂന്നാമത്തെ ദിവസം ഈ മരിച്ചതിന് ശേഷം ഈ മുതഅല്ലിമിനെ കണ്ട മഹാന്മാര് പറഞ്ഞു, ആ മുതഅല്ലിമ് അന്നത്തെ ദിവസം പറഞ്ഞതിൽ ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നു. സംഭാവനയുടെ ബക്കറ്റ് വരുന്നുണ്ട് സദസ്സിലേക്ക്. സഹോദരിമാരിലേക്കും സഹോദരങ്ങളിലേക്കും നല്ല സംഭാവന കൊടുക്കണം. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ദുആഇന് ഇജാബത്തുള്ള സദസ്സായി അല്ലാഹു നമ്മുടെ സദസ്സ് സ്വീകരിക്കുമാറാകട്ടെ. ഇരിക്കട്ടെ, ആ മുതഅല്ലിമ് പറഞ്ഞു, അല്ലാഹു തആല പറഞ്ഞൊരു കാര്യമുണ്ട്, യാ മാശറൽ ഉലമാ, പണ്ഡിത സമൂഹമേ, ഹാദിഹി ജന്നതി, എന്റെ സ്വർഗ്ഗമാണ്, ഖദ അബഹ്തുഹാ ലക്കും, സ്വർഗ്ഗം നിങ്ങൾക്ക് ഞാൻ അനുവദിച്ചു തന്നിരിക്കുന്നു, എന്റെ തൃപ്തിയും ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. നിങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് പെട്ടെന്ന് പ്രവേശിക്കരുത്. ഹത്താ തഖിഫൂ, നിങ്ങൾ അവിടെ സ്വർഗ്ഗത്തിലേക്ക് വരുന്ന വഴിയിൽ നിൽക്കണം. എന്നിട്ട് ഫതശഫഉ, നിങ്ങൾ ശഫാഅത്ത് തേടണം. ഫഉതീകും മാ ശിഅ്തും, നിങ്ങൾ ആർക്കെല്ലാം റെക്കമെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ അവർക്കൊക്കെ ഞാൻ ശഫാഅത്ത് തരും. ഓശഫിയകും ഫീമൻ ഇസ്തശ്ഫഅതും ലഹു, നിങ്ങൾ നരകത്തിൽ കാണുന്ന കുറെ ആളുകൾക്ക് റെക്കമെൻഡ് ചെയ്യും. കുടുങ്ങിക്കിടക്കുന്ന കുറെ ആളുകൾക്ക് സഹായം ചോദിക്കും. അവർക്കൊക്കെ ഞാൻ ശുപാർശ സ്വീകരിക്കും. എന്തിന്? നിങ്ങളെ ബഹുമാനം ജനങ്ങൾക്ക് കാണിക്കാനാണ്, നിങ്ങളെ സ്ഥാനവും കാണിക്കാനാണ്. അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും സ്ഥാനവും ബഹുമാനമുള്ളവർ അമ്പിയാക്കൾ കഴിഞ്ഞാൽ ഉലമാ ആണ്. അതിന്റെ ഉന്നതിയിലുള്ള മഹാന്മാരാണ് സ്വഹാബത്ത്, താബിഈങ്ങൾ, തബഉ താബിഈകൾ, ഖിയാമത്ത് നാൾ വരെ വരുന്ന ഉഖ്റവിയ ഉലമാ മുഴുവനും അവർക്കൊക്കെ ഈ ബഹുമാനം അല്ലാഹു നൽകുന്നുണ്ട്. രാവിലെ ആയപ്പോ ഈ വാർത്ത കണ്ട ഈ ചെറുപ്പക്കാരനെ കണ്ട ആളുകൾ ജനങ്ങളിലേക്ക് ഈ വിഷയം അങ്ങോട്ട് വിട്ടു. നാട് മുഴുവനും ഈ വാർത്ത പരന്നു. മാലിക് ഇമാം റളിയല്ലാഹു അൻഹു പറയാണ്, ദർസ് തുടങ്ങുന്ന സമയത്ത് കുറെ ആളുകൾ ദർസിൽ വന്നിരുന്നു. പിന്നെ അവരൊക്കെ ദർസ് വിട്ടുപോയി. പഠിക്കാൻ വേണ്ടി വരും, പിന്നെ ഒഴിഞ്ഞു പോകും. അന്നത്തെ ദിവസം ഈ വിവരം കിട്ടിയപ്പോ പോയവരൊക്കെ തിരിച്ച് പള്ളിയിലേക്ക് വന്ന് പഠിക്കാൻ തുടങ്ങി. പിന്നെ ആരും പള്ളി വിട്ടു പോയിട്ടില്ല. കാരണം ഇൽമ് പഠിച്ചിട്ട് മരണപ്പെട്ടതിന്റെ ഒരു സുഖം ദുനിയാവിൽ വെച്ച് അല്ലാഹു തആല അതിന്റെ ഒരു സാമ്പിൾ കാണിച്ചു കൊടുത്തപ്പോൾ പോയവർക്കൊക്കെ തോന്നി, മാലിക് ഇമാമിന്റെ ഹളറത്തിൽ രാവിലെ ആണെങ്കിൽ രാവിലെ, വൈകുന്നേരം ആണെങ്കിൽ വൈകുന്നേരം, ഉച്ചക്കാണ് ഉച്ചയ്ക്ക്, എപ്പോഴെങ്കിലും ഒന്ന് തപസ്സിരുന്നിട്ട് കുറച്ചെങ്കിലും പഠിക്കണം. കച്ചവടക്കാരുണ്ട്, ഒട്ടകത്ത് മേയ്ക്കുന്നവരുണ്ട്, കൃഷിക്കാരുണ്ട്, പലരുണ്ട്. പിന്നെ അവർ ആ മജ്‌ലിസ് വിട്ടിട്ടില്ല. എന്നിട്ട് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറയുന്ന അവർ പഠിച്ച് ഇന്നവർ മദീനയിലെ പണ്ഡിതന്മാരുടെ ലിസ്റ്റിലാണ്. അതുകൊണ്ട് പറയുന്നു, യഹ്യാ, ഇൽമു പഠിക്കാനാ വന്നത്, നല്ലോണം പരിശ്രമിച്ച് പഠിക്കണം. ഇൽമിന്റെ വേദി നമ്മൾ ഒഴിവാക്കരുത്. വിശുദ്ധ റമദാൻ അതിനുള്ളൊരു മാസമാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നന്നായി അറിവ് പഠിക്കണം. ഉപ്പമാരോട് ഉമ്മമാരോട് ഒരു കാര്യം കൂടി ഞാൻ നിർദ്ദേശിക്കട്ടെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഈ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമാനിൽ ഒരുപാട് ദുഃഖകരമായ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കും. കണ്ടില്ല എന്നടിക്കാൻ പറ്റൂല, കേട്ടില്ല എന്ന് പറയാനും പറ്റൂല. പക്ഷെ നമുക്ക് നല്ലൊരു ശ്രദ്ധ വേണം ആ വിഷയത്തിൽ. ഉപ്പമാരോട് ഉമ്മമാരോട് എന്താണ് എനിക്ക് പറയാനുള്ളത്? പഴയ കാലത്തുള്ള ആളുകൾ സ്വന്തം മക്കളെയും പേരമക്കളെയും കുടുംബങ്ങളെയും സംരക്ഷിച്ചതുപോലെ ശിക്ഷണം നടത്തിയതുപോലെ ശിക്ഷണം നടത്താനുള്ള തൗഫീഖിന് വേണ്ടി അള്ളാഹിനോട് ദുആക്കണം, അതിനുവേണ്ടി പ്രവർത്തിക്കുകയും വേണം. നരകത്തിൽ നിന്ന് മക്കളെയും നിങ്ങളെയും കുടുംബത്തെയും കാക്കണം എന്ന് അള്ളാഹുവിന്റെ വാക്കില്ലേ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. എങ്ങനെ സൂക്ഷിക്കുന്ന, എങ്ങനെ നരകത്തിൽ നിന്ന് സൂക്ഷിക്കുക? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തഫ്സീർ കാണാം, രണ്ടെണ്ണാണ് അതിന് വേണ്ടത്. ഒന്ന് അദ്ദിബൂഹും വഅല്ലിമൂഹും, അവർക്ക് നല്ല ഇൽമു പഠിപ്പിക്കണം. മറ്റൊന്ന് അദബും പഠിപ്പിക്കണം. ഇൽമും അദബും ഉണ്ടോ, മക്കൾ നരകത്തിൽ പോകേണ്ടി വരൂല. ഇൽമും ഇല്ല, അദബും ഇല്ല. എന്നാൽ എല്ലാ അസാൻമാർഗിക രംഗങ്ങളിലേക്കും നമ്മുടെ മക്കൾ പോയാൽ നമ്മൾ ഉത്തരവാദികളാണ്. അതില്ലാതിരിക്കാൻ നന്നായി ശ്രദ്ധിക്കണം. പൂർവികരായ മഹത്തുക്കൾ അവരെ മക്കളെ എല്ലാ വിദ്യകളും പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇൽമും അദബിനും ഒരു കുറവും അവർ വരുത്തിയിട്ടില്ല. എല്ലാ തരത്തിലും ഇൽമും നൽകിയിട്ടുണ്ട്, അദബും നൽകിയിട്ടുണ്ട്.
ഇന്ന് നിങ്ങൾ നോക്കി, ഇൽമിന്റെയും മതത്തിന്റെയും രണ്ട് മേഖലയും കുറവാണ്. നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു ക്ഷീണം അതാണ്. ഒരു കുട്ടി അങ്ങനെ വീട്ടിലിരിക്കുമ്പോ ബാപ്പ വന്ന് കയറുമ്പോ, ഉമ്മ വന്ന് കയറുമ്പോ ഒന്ന് നോക്കിയിട്ട് ചിരിക്കുന്നു. പാപ്പന്റെ വരാൻ നേരം വൈകിയെന്ന് ചോദിക്കുന്നു. ഇരിക്കുന്ന സ്ഥലത്തു നിന്നും എണീക്കാൻ പോലും മതമില്ല. നമ്മൾ കാണുന്ന കാഴ്ചയാണ്, സങ്കടമാണ് സഹോദരങ്ങളെ. എന്തെങ്കിലും അവരോടൊന്ന് ഉപദേശിച്ചാൽ ക്രോസ് വിസ്താരമാണ്. അതല്ലേ പലരും ഒന്നും പറയാത്തത്. 10-20 വയസ്സായ മകനോട്, മോനെ നീ ഇങ്ങനെ ഉറങ്ങി സുബഹി ഖളാക്കാൻ പാടില്ല എന്ന് ഉമ്മ പറയുമ്പോ, ഞാൻ വീട്ടിൽ കിടക്കുന്നതാണോ നിങ്ങൾക്ക് വിഷമം? ഞാൻ ഏതെങ്കിലും ഫ്ലാറ്റിൽ പോയി ഉറങ്ങിക്കോളാം, ഞാൻ നാളെ മുതൽ വീട്ടിൽ വരുന്നില്ല, ഫ്രണ്ട്സിന്റെ കൂടെ പോകാം. സഹോദരങ്ങളെ, നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അവർക്ക് നൽകേണ്ട ഒരു അതവുണ്ട്. ആ അതവ് കൃത്യമായും ജീവിതത്തിൽ നൽകണം. അത് ഏത് മകനാണെങ്കിലും ഏത് മകളാണെങ്കിലും. നിങ്ങൾ നോക്ക്, ബഹുമാനപ്പെട്ട സയ്യിദത്തുനാ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹാ, പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകളാണ്. ഇൽമിലും അദബിലും ഒരു കുറവില്ലല്ലോ. കല്യാണം കഴിച്ചിട്ടും ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ കൃത്യമായി നബി തങ്ങൾ ഉപദേശിച്ചിട്ടുണ്ട്. ചിലർ ചിന്തിക്കും, അവർ വേറെ താമസമായില്ലേ, ഇനി നമ്മൾ ഫ്രീ ആയി പോയി, അവരൊക്കെ ആയില്ലേ, മക്കളും കുട്ടികളായില്ലേ, ഇനി നോക്കേണ്ടതില്ല. അല്ല, പക്വതയും ധർമ്മബോധവും ഉള്ളവരായി ആണും പെണ്ണും മാറുന്നത് വരെ ഇൽമും മതവും രണ്ടും രക്ഷിതാക്കൾ കൂടെ കരുതേണ്ടതാണ്. എത്ര പ്രായമായാലും ശരി, എത്ര സാമ്പത്തിക സ്രോതസ്സോടെ സ്വന്തം ജീവിക്കാൻ കഴിവുള്ളവനാണെങ്കിലും ശരി, മക്കൾ 3-4 ആയാലും ശരി, ഇൽമനുസരിച്ച് അമൽ ചെയ്യുന്നില്ലേ, അതനുസരിച്ച് ജീവിക്കുന്നില്ലേ, ഉപദേശിച്ചു കൊടുക്കണം. ഒരൊറ്റ സാമ്പിൾ പറയട്ടെ. സുബഹി നിസ്കാരം കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് ഒന്ന് കയറി. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ സുബഹി നിസ്കാരം കഴിഞ്ഞ് പെട്ടെന്ന് ഉറങ്ങുകയാണ്. ആ ഉറക്കത്തിൽ നിന്ന് ഫാത്തിമ ബീവിയെ വിളിച്ചുണർത്തിയിട്ട് പറഞ്ഞു, ഫാത്തിമ, വേറെ വീട്ടിലാണ് ഇപ്പൊ താമസം, ഭർത്താവുണ്ട്, മക്കളുണ്ട്. ഫാത്തിമ ബീവിനെ വിളിച്ചു പറയുന്നു, ഈ സമയം ഉറങ്ങേണ്ട സമയമല്ല, അല്ലാഹു തആല റിസ്ക് വിശാലമാക്കുന്ന സമയമാണ്. ലോകത്തെ എല്ലാ ആളുകൾക്കും അല്ലാഹു ബറക്കത്ത് ചൊരിയുന്ന സമയമാണ്. സുബഹിയായിട്ട് സൂര്യൻ ഉദിക്കുന്നത് വരെയുള്ള സമയം. നമ്മളെ വീട്ടിൽ ഉറങ്ങുന്ന മെമ്പന്മാരുണ്ടോ? സുബഹി നിസ്കരിച്ചും നിസ്കരിക്കാതെയും ഉറങ്ങുന്നവരുണ്ടോ? നമ്മുടെ അധ്വാനം കുറെ നടക്കുന്നുണ്ട്, കാര്യമായി ബറക്കത്തൊന്നും കിട്ടൂല. ഞാനങ്ങനെ പറഞ്ഞു കരുതിയിട്ട് നിങ്ങൾ വിശ്വസിക്കണ്ട. ആദരവായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ വിളിച്ചു പറയുന്നത്, ഈ സമയം ഉറങ്ങേണ്ട സമയമല്ല. നമ്മുടെ നാട്ടിലൊക്കെ റമദാൻ മാസം വന്നു കഴിഞ്ഞാൽ വരുന്ന ഏറ്റവും വലിയൊരു മുസീബത്ത് അതാ. കാരണം 4 മണി 4:30 മണിയാകുമ്പോൾ ഭക്ഷണം കഴിച്ചാൽ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ടൊന്ന് കിടക്കാതിരുന്നാൽ നമുക്ക് ഒരു റാഹത്ത് കിട്ടില്ല. കടന്നോളൂ. പക്ഷെ സൂര്യൻ ഉദിക്കുന്ന സമയം വരെ വിവാദത്തിന്റെ സമയമാണ്. ഒന്നുകൂടി പറയട്ടെ, വയലിപ്പം നിർത്തും, 10 ആയാലും നിർത്തും. വയൽ നീട്ടിയിട്ട് നിങ്ങളെ സുബഹി പോയി എന്ന് കേൾക്കേണ്ട ആഗ്രഹമൊന്നും എനിക്കില്ല. ഞാൻ പൊതുവെ നീട്ടി അങ്ങനെ വലിച്ച് കൊണ്ടുപോകാത്ത ആളുമാണ്. പരമാവധി കുറച്ച് നിർത്തും. കാര്യമുള്ള എന്തെങ്കിലും പറഞ്ഞാൽ മതിയല്ലോ, ഇതിനേറെ പറയേണ്ട ആവശ്യം. ഉപകാരമുള്ള എന്തെങ്കിലും കുറച്ച് തന്നെ പറഞ്ഞാൽ മതി. അതന്നെ വയലെന്ന് പറഞ്ഞു. ഒരു കാര്യം കൂടി പറയട്ടെ, രാത്രി സമയം ഏറ്റവും ശ്രേഷ്ഠമായ സമയമാണ്. രാത്രി നമ്മൾ കൊല്ലരുത്. രാത്രിയെ ഒരിക്കലും എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ രാത്രിയെ കൊല്ലരുത്. പഠിക്കാൻ ഏറ്റവും നല്ല സമയം രാത്രിയാണ്. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു രാത്രി ഉറക്കമൊഴിക്കുമ്പോൾ ഒരു ആനന്ദം ഉണ്ടായിരുന്നു. എന്തിനെന്ന് പറയും? ഈ ഇൽമ പഠിക്കാൻ. എത്രയോ രാത്രി ഉറക്കമൊഴിച്ചിട്ടുണ്ട്. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ആ ഉറക്കമൊഴിച്ച ആ ഒരു ഇൻട്രസ്റ്റ് കല്യാണം കഴിച്ചിട്ട് പോലും കിട്ടിയിട്ടില്ല. ഏത് ഇൽമ പഠിക്കാൻ വേണ്ടി ഉറക്കമൊഴിച്ചത്. പക്ഷെ നമ്മൾ ആവശ്യമില്ലാത്ത എന്തെങ്കിലുമൊക്കെ കാണാനോ കേൾക്കാനോ വേണ്ടി രാത്രി ഉറക്കമൊഴിച്ചാൽ നമ്മുടെ ആത്മീയവും ശാരീരികവും ആരോഗ്യവും 3 എണ്ണത്തിനാണ് നഷ്ടം. 3 കാര്യങ്ങളാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. ആത്മീയമായ കനത്ത നഷ്ടം സംഭവിക്കും. കാരണം 3 മണിക്ക് ഉറങ്ങുന്ന ഒരാൾ എത്ര കുട്ടിയാലും സുബഹി എണീക്കില്ല, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി ആളെ ശരീരത്തിൽ കൊണ്ട് ഒരു ബക്കറ്റ് വെള്ളം വെച്ചാലും ആ തണുപ്പിലും കൂടി അളങ്ങുറങ്ങും, എണീക്കൂല. കാരണം ശരീരത്തിന് കിട്ടേണ്ട പാകപ്പെട്ട ഉറക്കം കിട്ടണം. അത് ഓരോ ശരീരത്തിന് ആവശ്യമാണ്, അല്ലാതെ നടക്കൂല. രാത്രി മുഴുവനും നിസ്കരിക്കാൻ വേണ്ടി തയ്യാറായ സ്വഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞങ്ങനെ വേണ്ടാന്നല്ലേ. അവരാരെ 10 സ്വഹാബിമാർ ഒരുമിച്ച് കൂടിയിട്ടൊരു നിശ്ചയം, ഞങ്ങൾ ഇനി രാത്രി ഉറങ്ങൂല, രാത്രി മുഴുവൻ നിസ്കാരമാണ്. ഞങ്ങൾ പറഞ്ഞാൽ വേണ്ടാണോ, നിങ്ങൾ എന്നെ മാതൃക സ്വീകരിച്ചാൽ മതി, ഞാൻ രാത്രി ഉറങ്ങുന്നുണ്ട് നിസ്കരിക്കുന്നുണ്ട്. ഉറങ്ങുന്നില്ല, ഫുള്ള് നിസ്കാരം, അത് വേണ്ട. ഇസ്ലാം ഒരു മിതത്താണല്ലോ കൽപ്പിക്കുന്നത്. പക്ഷെ നമ്മുടെ സ്വന്തം ശരീരത്തെ ആത്മാവിനെ കൊന്നുകളയുകയാണ്. നമ്മളെ ആത്മാവിനെ പരിരക്ഷിക്കാനാണ് അല്ലാഹു തആല വിശുദ്ധ റമദാൻ തരുന്നത്. അതിന് നല്ല സൗകര്യമാണ്. റമദാൻ അല്ലാഹു തആല നമ്മുടെ ഒരു ശത്രുവായ പിശാചിനെ അല്ലാഹു കെട്ടിവെച്ചു. പക്ഷേ ശത്രുക്കളിൽ മുഖ്യമായ ശത്രു കൂടെ ഉണ്ട് കേട്ടോ. അതിനെ വെക്കാനെങ്കിൽ നമുക്ക് ഇപ്പൊ 2 നമ്മൾ കൂടെ ഉള്ളത്. റമദാൻ മാസം 1 കഴിഞ്ഞ് മാസക്കുറേ കണ്ട് റമദാനായാൽ അതൊരു ആലങ്കാരികമായി പറഞ്ഞല്ല, യാഥാർത്ഥ്യമാണ്. പിശാചുക്കളെ മുഴുവനും ചെങ്ങല കിട്ടൂ.
നിങ്ങൾ ആലോചിച്ച് നോക്കാണ്, നല്ല വിശപ്പുള്ള സമയത്തും അസറിന് പള്ളിയിൽ വന്ന് ഓതുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ? ഇഷ്ടംപോലെ ഭക്ഷണം കഴിക്കാനുള്ള ഇപ്പൊ സമയത്ത് അസറിന്റെ ശാല ഓതുന്ന ആളെ കാണുന്നുണ്ടോ? റമദാനില് ളുഹറിന് അത്ര വലിയ വിശപ്പൊന്നുമില്ല, അസറാകുമ്പോൾ നല്ലോണം വിശപ്പുണ്ട്. അപ്പൊ 5 മണിക്കൂർ നോക്കുമ്പോൾ ഒരാൾ പള്ളിയിൽ ഖുർആൻ ഓതുന്നു. അതെന്താ? അത് റമദാനിന്റെ ഒരു ആത്മീയതയാണ്. എത്രയും വിവാദത്തിന് മനുഷ്യൻ ചിന്തിക്കുകയാണെങ്കിൽ, നിയ്യത്ത് വെക്കുകയാണെങ്കിൽ ഇത്ര സൗകര്യമുള്ളൊരു സമയം ദുനിയാവിൽ വേറില്ല. നല്ല തോഫീക്ക് കിട്ടും. നമ്മള് നിയ്യത്ത് നന്നാക്കിയാൽ മതി. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ, അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. നിയ്യത്ത് നന്നാക്കൽ എത്രയും ഓതും ചെയ്യും, എത്രയും ഇത്തികാഫിരിക്കും, എത്രയും നിസ്കരിക്കും, ഒരു മടുപ്പില്ലാത്ത സമയം. ആ റമദാൻ അങ്ങനെ 30 ദിവസങ്ങൾ നോക്ക്. ഇപ്പതാ ഭക്ഷണം കഴിക്കാറുണ്ട്, ആൾക്കാർക്ക് ക്ഷീണമൊന്നുമില്ലല്ലോ. പക്ഷെ അപ്പൊ വന്നിരിക്കുന്ന ആള് 2 പേജ് ഓതിയിട്ട് പക്ഷെ പള്ളിയിൽ നിന്നിട്ട് എല്ലാം ഉറക്കം വരുന്നുണ്ട്. ആൾ ഉറങ്ങിയ കാര്യമാണ്. റമദാൻ അങ്ങനെ ആൾ ഉറങ്ങി 2 പേജ് ഓതി പള്ളിയിൽ അങ്ങനെ അങ്ങനെ ഉറങ്ങി, അല്ലെങ്കിൽ പറയിൽ ഖുർആൻ ഒരു ഭാഗത്ത് വെച്ചാൽ അങ്ങനെ ഉറങ്ങി. എന്നാലും സഹോദരങ്ങളെ, ആ ക്ഷീണത്തിൽ ഓതിയില്ലേ ഖുർആൻ? ഇപ്പൊ ഒരു ക്ഷീണമല്ല, ഇഷ്ടംപോലെ ഭക്ഷണം കിട്ടുന്നു. ആരോ ഓതുന്നത്? ശൈത്താന്മാരെ അള്ളാഹു ബന്ധിപ്പിച്ചു. ഒരു ശത്രു നമ്മളെ കൂടെയുണ്ട്, ശൈത്താനെക്കാളും വലിയ ശത്രുവാണത്. അതാണ് ഹവൻ നഫ്സ്. അതിനെ കീഴ്പ്പെടുത്താനുള്ള മാർഗമാണ് അള്ളാഹു നൽകിയ നോമ്പ്, അതിനെ കീഴ്പ്പെടുത്താനുള്ള മാർഗമാണ് അള്ളാഹു നൽകിയ തറാവീഹ്, അതിനെ കീഴ്പ്പെടുത്താനുള്ള മാർഗമാണ് അള്ളാഹു നൽകിയ അത്തായത്തിന്റെ ഇസ്തിഗ്ഫാർ. അത്തായം കഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് കിട്ടിയാൽ ഒരു 2 റക്അത്ത് നിസ്കരിച്ചിട്ട് അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഈ ദിവസങ്ങളിലൊന്നും ചൊല്ലി ഇസ്തിഗ്ഫാർ പോലെയാകൂല. റമദാൻ ശരീഫിലെ ദുആ വലിയ ഉത്തരം കിട്ടുന്ന ദുആയാണ്. അതിനേറ്റവും ശ്രേഷ്ഠമായ സമയമാണ് അത്തായ സമയം. എന്താണ് മുഅ്മിൻ ചൊല്ലുന്നത്? അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അല്ലാഹുവേ, ഞാൻ കുറവുള്ളവനാണ്, ഒരു നിലക്കും നിന്റെ മുന്നിൽ പറയാനോ എനിക്ക് കഴിവില്ല. നീ അലീമാണ്, നീ വലിയവനാണ്, ബഹുമാനമുള്ളവനാണ്. ഞാൻ ഏറ്റവും ചെറിയവനാണ്, സാധുവാണ്. നിന്നോട് ഞാൻ പൊറുക്കലിനെ തേടുന്നു. വൈകല്യങ്ങൾക്ക് കണക്കില്ല. കരുതി കൂട്ടി ചെയ്തതും ധാരാളമുണ്ട്, ബോധപൂർവം ചെയ്തതും ധാരാളമുണ്ട്. ചെയ്യരുത് എന്ന് 100 വട്ടം അറിഞ്ഞിട്ടും പിന്നെയും ചെയ്തിട്ടുണ്ട്. എല്ലാറ്റിനും ഒരു കേണപേക്ഷ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ആ നല്ല നേരത്തൊരു 10 ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ ഏറ്റവും അധികം റമദാനിൽ ചൊല്ലുന്നത് ഇസ്തിഗ്ഫാറാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അല്ലാഹുവിന്റെ മുന്നിൽ വെക്കുന്നത്, അല്ലാഹുവേ, ഒന്നുമില്ലെങ്കിലും നിന്നെ വിശ്വസിച്ച ആളാണ് ഞാൻ. അതാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈമാൻ മുന്നിൽ വെച്ച് നിന്നോട് ചോദിക്കുന്നു, അസ്തഗ്ഫിറുല്ലാഹ്, ഞാനൊരു മുഅ്മിനായതുകൊണ്ട്, മുസ്ലിമായതുകൊണ്ട് എനിക്ക് പൊറുക്കണേ അല്ലാ. എനിക്ക് പുറത്തു കിട്ടിയാൽ പിന്നെ എനിക്ക് ആവശ്യമുള്ളത് നിന്റെ സ്വർഗലോകമാണ്. അസ്അലുക്കൽ ജന്ന, നിന്നോട് ഞാൻ സ്വർഗം ചോദിക്കുന്നു. പക്ഷേ പലർക്കും നീ നരകത്തിൽ പ്രവേശിച്ച ശേഷമാണ് സ്വർഗം കൊടുക്കുന്നത്. അങ്ങനെ ആകരുത്. വഅഊദു ബിക മിനന്നാർ, നരകത്തിൽ നിന്ന് പൂർണ്ണമായും കാവൽ ചോദിക്കുന്നു. അതിനെ ടച്ച് ചെയ്യാതെ, സ്പർശിക്കാതെ എനിക്ക് സ്വർഗം തരണേ അല്ലാ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നന്മക്ക് കൂടുതൽ തൗഫീഖുള്ള ഒരു മാസം വരുമ്പോ നല്ലവണ്ണം പ്ലാൻ ചെയ്തുകൊണ്ട് റമദാനിനെ സ്വീകരിക്കണം. ഒരുപാട് റമദാൻ കഴിഞ്ഞു പോയി. ഈ വർഷത്തെ റമദാനും അങ്ങനെ ആകരുത്. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമദാൻ മാസം വന്നിട്ട് കഠിനാധ്വാനം ചെയ്തിട്ട് നല്ല നിയ്യത്തോടുകൂടെ, നല്ല ഇഖ്ലാസോടുകൂടെ, നല്ല തഖ്വയോടുകൂടെ അമൽ ചെയ്ത് പാപം പൊറുപ്പിക്കാത്ത മനുഷ്യനെ തങ്ങൾ ദുആ ചെയ്തത് കേടായിട്ടാണ്. ആ ദുആഇന്റെ മെമ്പർമാരിൽ നമ്മൾ പെടരുത്. ദുആ ചെയ്തു ജിബ്രീൽ അലൈഹിസ്സലാം. ദുആഇന്റെ ഫലമായി തങ്ങൾ ആമീൻ പറഞ്ഞു. ആ ആമീൻ അല്ലാഹു തള്ളിക്കളയൂല. അതുകൊണ്ട് കാര്യഗൗരവത്തോടെ അവസാനം ഉണർത്തുന്നത് വിശുദ്ധ റമദാനിനെ സ്വീകരിക്കാനുള്ള നല്ല പദ്ധതിയോടെ മനസ്സൊരുക്കണം. റമദാൻ ശരീഫിൽ ആത്മനിർവൃത്തി കൊണ്ട് നന്നാകണം. അതിന് നല്ല ഇഖ്ലാസ് മുഖമുദ്രയായി സ്വീകരിക്കണം. ബറാഅത്ത് രാവ് വരുന്നു. അല്ലാഹു ഒരുപാട് ആളുകൾക്ക് പാപം പുറത്തു കൊടുക്കുന്ന രാവാണ്. പക്ഷേ ചില മെമ്പർമാരെ അല്ലാഹു മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മളതിൽ ലിസ്റ്റിൽ ഇടം തേടരുത്. ഒന്ന് മാതാപിതാക്കളെ വെറുപ്പിച്ചവനാണ്, മറ്റൊന്ന് കുടുംബ ബന്ധം മുറിച്ചവനാണ്, മറ്റൊന്ന് മുശ്രിക്കാണ്, മറ്റൊന്ന് മുഷാഹിനാണ്, പിണങ്ങിക്കഴിയുന്നവനാണ്, മറ്റൊന്ന് സിഹ്റുകാരനാണ്.
ഈ തരത്തിൽ ഒന്നിലും പെടാതെ ബറാത്തിരാവിന്റെ ദുആയിലും അതിന്റെ പ്രാർത്ഥനകളിലും സംബന്ധിച്ച് വിശുദ്ധ റമദാൻ സ്വീകരിക്കുമ്പോ പിശാചുക്കൾ അല്ലാഹു കെട്ടിവെച്ചില്ലേ നമ്മുടെ നഫ്സുല്ലമ്മാറെ കീഴ്പ്പെടുത്തിയിട്ട് പകൽ സമയത്ത് പട്ടിണി സഹിച്ച് ആരാധനകൾക്ക് സൗന്ദര്യം നൽകി, രാത്രി ഉറക്കം വരാതെ പാകത്തിന് ഭക്ഷണം കഴിച്ച് ആരാധനകൾക്ക് സൗന്ദര്യം നൽകി റമദാനു ശരീഫിൽ ഒരു പുതുപുത്തനായ മനുഷ്യനാകണം, അള്ളാഹുവിനെ അനുസരിക്കുന്ന നല്ലൊരു അടിമയാകണം. നമ്മുടെ ഇബാദത്ത് കണ്ട് മലക്കുകളോട് അള്ളാഹു പവർ പറയുന്ന തരത്തിൽ ഇഖ്ലാസോടെ ഇബാദത്ത് ചെയ്യണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, അതിന് അള്ളാഹു നമുക്ക് കഴിവേറ്റി തരട്ടെ. ഞാൻ അവസാനിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് കടക്കുകയാണ്. ധാരാളം ആവശ്യങ്ങൾക്ക് വേണ്ടി ദുആ കൊണ്ട് അറിയിച്ചിട്ടുണ്ട്. ഈ പള്ളിയെ സഹായിച്ചതും സഹകരിച്ചതും അടക്കം ഈ പരിപാടിക്കും മറ്റുമൊക്കെയായി സഹായിച്ചത് സഹകരിച്ചത് എല്ലാം ഉൾപ്പെടുത്തിയിട്ട് ദുആ കൊണ്ട് അറിയിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഓൺലൈനിലും ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് അറിയിച്ചിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി ദുആർക്കാം. അള്ളാഹു നമ്മുടെ മജ്‌ലിസ് സ്വീകരിക്കുമാറാകട്ടെ. ഈ വിശുദ്ധ റമദാൻ നല്ല സന്തോഷത്തോടെ സ്വീകരിക്കാനുള്ള എല്ലാവിധ സന്നദ്ധതയും തൗഫീഖും നൽകി നമ്മെ എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടുപേരും മദ്ഹ് ചൊല്ലിയിട്ട് ഇൻഷാ അല്ലാഹ് ദുആക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒന്നെണീറ്റുന്നാൽ അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു عليك يا حبيب الله زر الله ريح المصطفى وزد إقامة به زرت حميم زاويا عن قلبك الزلزال زال الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله سلسبيلا سار فيه سيد السادات سير سلسبيلا تسقى في الحالات كالسلسال سال الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله الحمد لله لك الحمد يا ربي يا الله يا معبود حمدا كثيرا طيبا مباركا فيه على كل حال اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آله وأصحاب سيدنا ومولانا محمد أرحم الراحمين يا الله പരിശുദ്ധ ശഅബാനിൽ ആദ്യത്തെ 10 ഞങ്ങൾ ഈ ഒരുമിച്ച് കൂടിയത് നീ സ്വീകരിക്കണേ റഹ്മാനേ. നാളെ വൈകുന്നേരമാകുമ്പോൾ വിശുദ്ധ ശഅബാനിലെ ഒന്നാമത്തെ 10 നീങ്ങുകയാണ്. എന്തെല്ലാം ബറക്കത്തുകൾ നീ കണക്കാക്കിയോ ഞങ്ങൾക്ക് നീ അത് നൽകണേ അല്ലാഹ്. ഞങ്ങളെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ സന്താനങ്ങൾ, ശിഷ്യന്മാർ, സഹപാഠികൾ, സുഹൃത്തുക്കൾ, സ്നേഹികൾ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ദുആ കൊണ്ട് കടപ്പെട്ടവർ, ദുആ ചെയ്യാൻ ഉണർത്തിയവർ എല്ലാവർക്കും നീ നൽകണേ അല്ലാഹ്. വിശുദ്ധ റമദാൻ സമീപത്ത് എത്തിക്കഴിഞ്ഞു. നല്ല നിലക്ക് സ്വീകരിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഒരുപാട് അമലുകൾക്ക് ഞങ്ങളെ നിയ്യത്ത് നന്നാക്കി തരണേ അല്ലാഹ്. റമദാൻ മാസം വരുമ്പോൾ മുഅ്മിനീങ്ങൾ ആത്മീയമായ ആനന്ദത്തോടെ സ്വീകരിക്കും പോലെ സ്വീകരിക്കാനുള്ള തഖ്വയും ഇഖ്ലാസും ഏറ്റിത്തരണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ്, നല്ല വഴിക്ക് ഈ നാടിന് നേതൃത്വം നൽകുന്ന ഉസ്താദുമാർ, കമ്മിറ്റി ഭാരവാഹികൾ, അതുപോലെ തന്നെ നല്ല ചുറുചുറുക്കുള്ള ചെറുപ്പക്കാർ, ഉപ്പമാര്, ഉമ്മമാര്, സുഹൃത്തുക്കൾ എല്ലാവർക്കും നീ ഇസ്സത്ത് നൽകണേ അല്ലാഹ്. ഹിമ്മത്ത് നൽകണേ അല്ലാഹ്. ആഫിയത്ത് നൽകണേ അല്ലാഹ്. തഖ്വയും ഇഖ്ലാസും നൽകണേ അല്ലാഹ്.